100 വീടുകൾ പണിയുമെന്ന് ഡിവൈഎഫ്ഐ. പ്രിയങ്ക ഗാന്ധി ഒരു പൈസ പോലും നൽകിയിട്ടില്ലെന്നും അവർ പറയുന്നു. പിണറായി വിജയൻ എന്താണാവോ ചെയ്തത്? കോടിക്കണക്കിന് രൂപ കിട്ടി. കിട്ടിയ പണത്തിൽ നിന്നും എത്ര രൂപയാണ് സർക്കാർ ചൂരൽമലയിലുള്ള ആളുകൾക്ക്, ദുരന്ത ബാധിതർക്ക് നൽകിയിട്ടുള്ളത്? ഒറ്റ രൂപ പോലും നൽകിയിട്ടില്ല. എന്നിട്ടാണ് വലിയ വലിയ ഡയലോഗ് അടിക്കുന്നത്. അത് മാത്രമല്ല, 700 കോടിയിലധികം രൂപയാണ് ഈ ചൂരൽമലയിലെ ദുരന്തം ഉണ്ടായ സ്ഥലത്ത് കിട്ടിയത്. അവിടെ ആളാം വീതം 1 കോടി രൂപയെങ്കിലും മിനിമം നൽകാമായിരുന്നല്ലോ. അത് നൽകിയാൽ അവർ ഈസി ആയിട്ട് അവർ എവിടെയെങ്കിലും പോയി സ്ഥലം വാങ്ങിച്ച് ഒരു വീട് വെച്ച് അവർക്ക് ജീവിക്കാനുള്ള എന്തെങ്കിലും സാഹചര്യങ്ങൾ ഒരുക്കുമായിരുന്നല്ലോ. അതും ചെയ്തില്ല. ഇനി അത് മാത്രമല്ല, പഠിക്കുന്ന ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്. അവരുടെ പഠനങ്ങൾ, തുടർ പഠനങ്ങൾ, മുന്നോട്ടുള്ള വിദ്യാഭ്യാസ കാര്യങ്ങൾ, ഇതിനൊക്കെയും സഹായം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവർക്കൊന്നും അതിനെ തുടർന്ന് പഠിക്കാനുള്ള ഫീസും കാര്യങ്ങളും ഒന്നും തന്നെ ഇവരുടെ കയ്യിലില്ല. അതൊക്കെ ചെയ്യേണ്ടതാണ്. ഈ കോടിക്കണക്കിന് രൂപ ഇത് എന്തിനാണ് ഈ സർക്കാരിന്റെ ഫണ്ടിൽ ഇട്ടുകൊണ്ടിരുന്നിട്ട്? അവർക്ക് ജീവിക്കണ്ടേ? ഏകദേശം 30 ലക്ഷം രൂപ കൊടുക്കാമെന്നാണ്ട് പറഞ്ഞു. എന്തിനാണ് 30 ലക്ഷം? ബാക്കി പൈസ എന്തിനാ? പൊട്ടടിക്കാനായിട്ടാണോ? അതോ സർക്കാരിന് വല്ല മകളെ കെട്ടിക്കാൻ വല്ലതും ഉണ്ടോ? ഒന്നും അല്ലല്ലോ. ഈ കാശ്, ഈ കോടിക്കണക്കിന് രൂപ മുഴുവൻ ആളുകൾ കൊടുത്തത് ഈ ഇവിടുത്തെ ദുരന്ത ബാധിതർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് മാത്രമല്ല, യൂത്ത് കോൺഗ്രസ് 30 വീട് പറഞ്ഞു. ഇപ്പം എന്താണ് ഡിവൈഎഫ്ഐ പറയുന്നത് 100 വീടെന്ന്. കർണാടക സർക്കാർ പറഞ്ഞു 100 വീട് നൽകാമെന്ന്. അതുപോലെ ഓരോ സന്നദ്ധ സംഘടനകളും അവർ പറഞ്ഞു ഓരോ വീടിന്റെ ഇത്ര എണ്ണം വീതം ചെയ്ത് നൽകാമെന്ന് പറഞ്ഞു. മോഹൻലാൽ വീടുകൾ പണിത് കൊടുക്കാമെന്ന് പറഞ്ഞു. അതുപോലെ ഒത്തിരി ആളുകളുണ്ട് സഹായം ചെയ്യാമെന്ന് പറഞ്ഞവർ. ഇവരെ എല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഇത് ഒന്നെങ്കിൽ ഒരു വീട് പണിത് കൊടുക്കുകയോ അല്ലെങ്കിൽ സഹായം ചെയ്യാം എന്ന് പറഞ്ഞവരെ എല്ലാവരെയും കൂടെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് അവരുടെ ഈ സാമ്പത്തികം വാങ്ങിച്ചിട്ട് അവർക്ക് വേണ്ടി സാഹചര്യങ്ങൾ ഒരുക്കി നൽകുകയോ ചെയ്യണം. അല്ലാതെ ഒരു സഹായം പോലും ചെയ്യാതെ പ്രിയങ്ക ഗാന്ധി ഒന്നും ചെയ്തില്ല എന്ന് ഡിവൈഎഫ്ഐ പറയുന്നതിനകത്ത് എന്ത് ന്യായീകരണമാണ് അതിനകത്ത്? എത്ര തൊലിക്കട്ടിയുണ്ട് അതൊക്കെ നിങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ട്? ഇനി അത് മാത്രമല്ല, യൂത്ത് കോൺഗ്രസ് പറഞ്ഞത് 30 വീട് നൽകാവുന്നതാണ്. ആ 30 വീട് വെക്കാനുള്ള സ്ഥലം പോലും സർക്കാർ കണ്ടെത്തി നൽകിയിട്ടില്ല. ഈ ഡിവൈഎഫ്ഐ 100 വീട് ഒന്നും പണിയുന്നു. ഇത് എവിടെ പണിയുമെന്നാ പറയുന്നേ? എവിടെ പണിത് കൊടുക്കും? അതൊന്നും പറയുന്നില്ല. ഇത് അടിസ്ഥാനപരമായിട്ട് ഇവർക്ക് വേണ്ടി എല്ലാ സഹായം ചെയ്തു നൽകും. കാരണം ഈ ഏകദേശം 9 മാസത്തോളമായി ഈ ദുരന്തം നടന്നിട്ട്. അത് അന്നു മുതൽ ഇന്ന് വരെ അതിനേക്കാളുള്ള ഇരട്ടി ദുരന്തമാണ് നിലവിൽ അവിടെയുള്ളവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ശാരീരികമായിട്ടാട്ടെ മാനസികമായിക്കോട്ടെ യാതൊരു കാര്യങ്ങൾക്കും മാറ്റം വന്നിട്ടില്ല. അതുപോലെ തന്നെ അടിസ്ഥാനപരമായിട്ട് അവർക്ക് വീടില്ല, കയറി കിടക്കാനുള്ള സ്ഥലമില്ല, ഒരു പായ പോലും ഇല്ലാത്ത ഗതികെട്ട അവസ്ഥയിലാണ് കേരളത്തിലായതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്.